സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 3 ജില്ലകൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴ കനക്കാനുള്ള പ്രധാന കാരണം. ഈ മാസം 25 വരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുനിഷ, സാധാരണയാണെങ്കിൽ വേനൽക്കാലത്ത് ഒരു മഴ കിട്ടുമ്പോൾ അതിന് നമ്മൾ ആശ്വാസ മഴ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ കനത്ത മഴയാണ് പെയ്തത്. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന നിലയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയി. ഇന്നും മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ഏതൊക്കെ ജില്ലകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്താണ് സുനിഷ? ശ്രീജിത്ത്, കീർത്തന, ഏതായാലും ഈ വലിയ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനൊരു ആശ്വാസമായി മഴ എത്തിയെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എല്ലാം പല ഭാഗങ്ങളിലും കനത്ത മഴ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഭാഗങ്ങളിലെല്ലാം ഇന്നലെ ശക്തമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നും മഴയ്ക്കുള്ള സാധ്യത, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പ്രധാനമായും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. നിലവിൽ ഇത് വേനൽ മഴയല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം. അതാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ മഴ കനക്കാനുള്ള കാരണമായി പറയുന്നത്. അടുത്ത ദിവസങ്ങളിലും ഈ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. അതേസമയം തന്നെ കേരളത്തെ പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ചൂടേറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഏതായാലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നലെ ലഭിച്ചതുപോലെ തന്നെ ഇന്നും മഴ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ശരി, 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നും മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.